ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്കീസ് ടിപ്സ് ആൻഡ് ടോക്സ്. ഇന്നത്തെ വീഡിയോ പപ്പായ ജെൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ്. നമ്മളുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും, പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ കുറയാനും, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ മാറാനും, സൺ ടാൻ അതായത് കരിവാളിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോവാനും പറ്റിയ നല്ലൊരു പപ്പായ ജെല്ലാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പപ്പായ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ പപ്പായ ജെൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ, അധികം പ്രൊസീജിയറൊന്നുമില്ല. പിന്നെ പപ്പായ നമുക്കറിയാലോ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന്. പപ്പായ കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നതും ഫേസ് പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതൊക്കെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഈ പപ്പായ ജെൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഈ പപ്പായ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണെന്നില്ല. അപ്പോൾ ഇതുപോലെ പപ്പായ ജെൽ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു 10-15 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പപ്പായയിലോട്ട് 4 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ആഡ് ചെയ്യണം. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണെങ്കിൽ 6 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വരെ ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു 10-15 ദിവസത്തോളൊക്കെ ഇത് കേടാവാതെ അങ്ങനെ തന്നെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം. പപ്പായയിൽ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ ഉണ്ട്, പിന്നെ സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് പപ്പായ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മളുടെ ഫേസിലുണ്ടാവുന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യും. പിന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പപ്പായ ജെല്ലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഹണിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും തേക്കാം. ഡെയിലി 2 നേരം അപ്ലൈ ചെയ്താലും നല്ലതാണ്. 2-3 യൂസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ഡാർക്ക് സർക്കിൾസ് മാറാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചെടുത്ത് കണ്ണിന് ചുറ്റുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും പപ്പായ ജെല്ല് വീട്ടിലുണ്ടാക്കി നോക്കുക, യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.